ഒരു മതത്തിന് അമിത പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമൂഹവും വേണ്ടത്ര വളർന്ന് വികസിക്കുകയില്ല. ലോകത്തിലേക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. യൂറോപ്യൻ ജനത ഇത്രയും വളർന്ന് വികസിച്ചത് ഏറ്റവും കൂടുതൽ ശാസ്ത്രീയമായ രീതിയിൽ വികസിച്ചത് യൂറോപ്പാണ്. അതുകൊണ്ടാണ് അവർക്കും സാമ്പത്തികമായി ഇത്ര വളർച്ചയിലെത്തിയത്. അവരിൽ 1% മതവുമായിട്ട് നടക്കുന്നവരുണ്ട്. അവരെ സ്വയം നശിക്കുകയും അന്യനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മതം പ്രചരിപ്പിച്ച് മതവിശ്വാസം ഇല്ലാത്തവനെ അല്ലെങ്കിൽ അന്യമതത്തിലുള്ളവനെ അങ്ങോട്ട് ആകർഷിച്ച് മുടിപ്പിക്കാൻ വേണ്ടി മാത്രം നടക്കുന്ന ഒരു 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 വലിയ അപകടകാരികളാണ് ഈ മതം മാറ്റ രൂപികൾ. അത് യേശുക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന്. അത് അക്കാലത്ത് അങ്ങനെ മതിയായിരുന്നു, ക്ഷമിച്ചാൽ മതിയായിരുന്നു. ഇപ്പം അത് ഒഴിവാക്കണം. അല്ലാതെ അവരെ ക്ഷമിച്ച് അവരെ കടന്നു കയറാനല്ല അനുവദിക്കേണ്ടത്. അത് വലിയ അപകടകാരികളാണ്. യൂറോപ്പിലെ 99% പേരും ഒരു 20ാം നൂറ്റാണ്ടായപ്പോഴേക്കും മതത്തിൻ്റെ പ്രാധാന്യം വളരെ കുറച്ച് കാണുന്നവരാണ്. 21ാം നൂറ്റാണ്ടിൽ കുറച്ചുകൂടി വർദ്ധിച്ചത്. അവർ ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടി അങ്ങനെ നടക്കുന്നതേ ഉള്ളൂ. മതത്തെ കെട്ടിപ്പിടിച്ച് നടന്നാൽ വികസനം ഉറപ്പാണ് ഉണ്ടാകില്ലെന്നുള്ളത്. പ്രകൃതി നമുക്ക് സ്വാഭാവികമായ പരിണാമം തരുന്നുണ്ട്. ആ പരിണാമം ഒരിക്കലും ഒരു അമിത മതവിശ്വാസിയിൽ പ്രകടമാകുകയില്ല. അതാണ് ഒരു പ്രധാന ദോഷം. മതത്തിൽ അമിതമായിട്ട് വിശ്വസിക്കുന്നതിൽ പരിണാമം പോലും പ്രവർത്തിക്കുകയില്ല. അവനിങ്ങനെ പഴയ കാലത്ത് മതവും കെട്ടിപ്പിടിച്ച് നടക്കും. ലോകത്തിലേക്ക് നോക്കിയാൽ മതി. അത് മതത്തിന് പ്രാധാന്യം കൂടുതൽ കൊടുക്കുന്ന ഏതെങ്കിലും രാജ്യം അന്യൻ്റെ ആശ്രയം കൂടാതെ ഒരു കാര്യവും നടക്കുകയില്ല. ചെറിയ കാര്യം പോലും, ഒരു ബിൽഡിംഗ് പണിയാൻ പോലും അന്യൻ്റെ യൂറോപ്പിൻ്റെ അനുഗ്രഹം വേണം. അവരുടെ സഹായമില്ലാതെ ചെയ്യാൻ പറ്റുകയില്ല. അതാണ് ഈ മതത്തിൻ്റെ ഒരു ദോഷം. ഭാരതത്തിലും മതത്തിന് അമിത പ്രാധാന്യമുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഈ അടുത്ത കാലത്ത് അതിനുള്ള അർത്ഥശൂന്യതയെക്കുറിച്ച് നാം മനസ്സിലാക്കി കഴിഞ്ഞു. ഇവിടെ മതങ്ങൾ ഒരു 60% പേര് ഉപേക്ഷിച്ചിരുന്നു ഒരു 35 കൊല്ലം മുമ്പ്. അന്ന് വീണ്ടും അത് പുനരുജ്ജീവിപ്പിക്കപ്പെട്ടു. എങ്കിലും അധികം പ്രാധാന്യം കൊടുക്കുന്നില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പേരിനും മാത്രം ഒരു മതം, അതായത് ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ട്, ഒരു സെറ്റപ്പിന് വേണ്ടിയിട്ടൊരു മതം, അത്രയേ ഉള്ളൂ. മതത്തിന് അധികം പ്രാധാന്യം ഇന്ത്യൻ ജനത ഇപ്പം കൊടുക്കുന്നില്ല. യൂറോപ്പിൽ 1% പേര് വലിയ അപകടകാരികളുമാണ്. അവർ ഈ മതം മാറ്റാൻ ലോകം മുഴുവൻ നടക്കുന്നുണ്ട്. പ്രലോഭിപ്പിച്ച് പണം കൊടുത്തും മറ്റ് ഉദ്യോഗം കൊടുക്കാം, അത് കൊടുക്കാം, ഇത് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് അവരുമാണ് വലിയ അപകടകാരികളാണ്. അത് അവരുടെ ഏജൻസികളാണ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത് വല്ലതും. അതൊക്കെ വലിയ കുഴപ്പം. അവർക്ക് പണത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അല്ലാതെ അവർക്ക് തന്നെ അറിയാം പരിണാമം പോലും നിഷേധിക്കപ്പെടുന്നു. പ്രകൃതിക്ക് നിയമം അനുസരിച്ച് എല്ലാവർക്കും സപ്ലൈ ചെയ്യുന്ന പരിണാമം ബുദ്ധിയിലെ, ഓർമ്മയിലെ, ധാരണയിലെ, ഇതിലെല്ലാം, ഭാവനയിൽ, ഇതിലെല്ലാം അതിവേഗം ചേഞ്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. 20ാം നൂറ്റാണ്ടിൽ വലിയ ചേഞ്ചാണ് വന്നത്. അതുകൊണ്ടാണ് ഇത്രയേറെ ശാസ്ത്രീയമായിട്ട് നമ്മൾക്ക് 20ാം നൂറ്റാണ്ടിൽ കണ്ടുപിടിച്ച ഉപകരണങ്ങളാണ് നമ്മൾ ഇന്ന് വീട്ടിൽ ഉപയോഗിക്കുന്ന എല്ലാ ശാസ്ത്രീയ വസ്തുക്കളും. എല്ലാ വസ്തുക്കളും അങ്ങനെ തന്നെയാണ്. 21ാം നൂറ്റാണ്ടിൽ അതിൻ്റെ ഇരട്ടി സ്പീഡിലാണ് പരിണാമം നടക്കുന്നത്. പരിണാമം ശരീരത്തിലല്ല. ശരീരത്തിലെ പരിണാമം ഏകദേശം പൂർത്തിയായെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ഇനിയും വ്യക്തിത്വത്തിൽ, അതായത് ഭാവന, ഓർമ്മ, ഇതുപോലുള്ള ധാരണാശേഷി, ഇതുപോലുള്ള കാര്യങ്ങളിലും നല്ല ഭാഷ, ഇതിലെല്ലാം നല്ല വികസനമാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. 21ാം നൂറ്റാണ്ടിൽ അധികം വികസിക്കും, വളരെയധികം വികസിക്കും, പെട്ടെന്ന് തന്നെ. യൂറോപ്പ് വികസിച്ചു. അന്ന് 20ാം നൂറ്റാണ്ടിൽ യൂറോപ്പ് വികസിച്ചു. 21ാം നൂറ്റാണ്ടിലും യൂറോപ്പ് വികസിക്കത്തക്ക രീതിയിലാണ് അവർ മതത്തിൽ വിശ്വസിക്കുന്നത്. മതം വലിയ അപകടകാരിയാണ്. അതായത് ഈ യൂറോപ്പിൽ പണം മുടക്കി ഇവിടുത്തെ ഏജൻസികളെ ഏൽപ്പിച്ചിട്ടുണ്ട് മതം മാറ്റാൻ വേണ്ടിയിട്ട്. അവർക്ക് ഈ പണത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. എന്നാൽ ഇതിൽ മാറുന്നവൻ അപകടത്തിന് ചാടുന്നുണ്ട്. മതം ഒരു പ്രാധാന്യം കൊടുക്കാത്തൊരു സമൂഹമാണ് ഇവിടെ ഇന്ത്യയിലുള്ളത് ഇപ്പോൾ. അതായത് അതുപോലെ ഗൗരവം ഒന്നും കൊടുക്കുന്നില്ല. ഒരു പേരിന് മാത്രമൊരു മതം. ഉത്സവത്തിന് പോകണം, കൊട്ട് കേൾക്കണം, എഴുന്നള്ളിപ്പ് കാണണം, പിരിവ് കൊടുക്കണം. ഇത്രയെ കൊണ്ട് തീർന്നു ഇവിടുത്തെ ജനത്തിൻ്റെ. അത്രയും അപകടമില്ല.
ഈ അപകടം വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഇതിന് അമിത പ്രാധാന്യം കൊടുക്കുമ്പോഴാണ്. രാവിലെ പുരാണം എടുത്ത് തൊട്ടു തൊടുക, ഇതുപോലെയൊക്കെയുള്ള ഇതിന് വലിയ അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുക, ഇതൊക്കെ ഒഴിവാക്കിയാൽ മതി. ഇപ്പം മതം മാറ്റാൻ വരുന്നവൻ്റെ ഒരു കാരണവശാലും കീഴ്പ്പെട്ടില്ല, അടിമപ്പെട്ടു പോകും, കൊള്ളുകയില്ലാത്തവനായി പോകും. ഒരിക്കലും അമിത വിശ്വാസിക്ക് ഒരു മതത്തിലേക്ക് പ്രത്യേകിച്ച് പുതുതായിട്ട് ചേക്കേറുമ്പോൾ അവൻ അതിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ട ആവശ്യം വരും. അത് അവൻ്റെ വ്യക്തിത്വം കെടുത്തും, വികസനം തടസ്സപ്പെടും, താൽക്കാലികമായ ലാഭങ്ങളെ ഉണ്ടാവുള്ളൂ. അത് വലിയ കുഴപ്പമുണ്ടാക്കുന്ന ആ ഒരു തലമുറയെ തന്നെ നശിപ്പിക്കുന്നതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാവരും. കാരണം ഇവിടെ ഏതെങ്കിലും ഒരു മതം അത്ര നല്ലതാണെന്നൊന്നും പറഞ്ഞുകൂടാ. അത് അക്കാലത്ത് എഴുതിയതാണ്, ആ കാലത്തിൻ്റെ ഒരു സെറ്റപ്പാണത്. ഇപ്പോഴത്തെ കാലത്തിന് ഇത് കൊള്ളുകയില്ല. അക്കാലത്ത് എഴുതുക, അക്കാലത്ത് ജീവിക്കാൻ പറ്റുമെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ പുറകോട്ട് പോയി നമുക്ക് ജീവിക്കാൻ പറ്റുവാണെങ്കിൽ ആ കാലത്ത് ആ മതഗ്രന്ഥങ്ങളൊക്കെ നല്ലതാണ്. ഇപ്പോഴത്തെ കാലത്ത് അത് കൊള്ളുകയില്ല. കാലം മാറുന്നതനുസരിച്ച് മനുഷ്യന് മാറാൻ പറ്റുന്നില്ല. പണ്ട് എഴുതി വെച്ച എന്തോ ഒരു കാര്യം അത്. ഒരു ഗ്രന്ഥങ്ങളും നല്ലതല്ല, ഒരു മതത്തിൻ്റെയും ഗ്രന്ഥങ്ങൾ ഒട്ടും നല്ലതല്ല. ഇതെല്ലാം വായിച്ച് ഇതിനെക്കുറിച്ചുള്ള നല്ല ധാരണ വേണമെങ്കിൽ എല്ലാ മതങ്ങളുടെ ഗ്രന്ഥങ്ങളും വായിക്കണം. മനസ്സിരുത്തി മലയാളത്തിൽ തർജ്ജമ ചെയ്യുകയോ ഇംഗ്ലീഷ് തർജ്ജമ ചെയ്തോ ഏതെങ്കിലും സൗകര്യം അനുസരിച്ച് വായിച്ച് ഗ്രഹിച്ചാൽ മതി. ഇതും കൊണ്ട് ഒരു കാരണവശാലും നല്ലപോലെ വായിച്ച് മനസ്സിലാക്കുന്ന ഒരാൾ ഒരു മതവും സ്വീകരിക്കുകയില്ല, അത് ഉറപ്പാണ്. ലോകത്തിൽ അങ്ങനെ ഇന്ന്. അതുകൊണ്ടാണ് യൂറോപ്പ് ഇപ്പം 99% ശരിയായ വിശ്വാസികളല്ല. അവർ പള്ളിയിൽ പോകുന്നവർ തന്നെ എണ്ണം കുറവ്. അവിടെ സന്തോഷ് കൊളങ്കര സാറും ഒക്കെ പറയുന്നത് കേൾക്കാറില്ലേ? അതൊക്കെ സത്യങ്ങളാണ്. അത് നമുക്ക് അറിയാം, വായനയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കാര്യമാണ്. മതത്തെ കെട്ടിപ്പിടിച്ച് നടക്കല്ലേ. മതം ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടു നടക്കുകയും ചെയ്യണം. അത്ര മാത്രം മതി. ഓക്കെ.